കാഞ്ചിയാർ കോവിൽമലയിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വനമേഖലയിൽ നിന്നിറങ്ങിയ കാട്ടാന ജനവാസ മേഖലയിലെത്തിയത്. പ്രദേശവാസിയായ പുതുപ്പറമ്പിൽ വീണ ഷാജിയുടെ കൃഷിയിടത്തിൽ കയറിയ കാട്ടാന ഏലം, വാഴ തുടങ്ങിയ കൃഷിവിളകൾ നശിപ്പിച്ചാണ് മടങ്ങിയത്. ഏലം, വാഴ ഉൾപ്പെടെയുള്ള കൃഷിവിളകളാണ് ആന നശിപ്പിച്ചത്. ഇതുകൂടാതെ തെങ്ങ്, മാവ് എന്നിവ പിഴുതുമറിക്കുവാൻ ആന ശ്രമിച്ചു. കഴിഞ്ഞ രണ്ടാഴ്ചക്കാലമായി മേഖലയിൽ കാട്ടാന സ്ഥിരമായി ഉണ്ടെന്നും ഇവർ പറയുന്നു. ഇന്നലെ രാത്രി വീട്ടുമുറ്റത്തിന് സമീപത്തുകൂടിയാണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് കയറിപ്പോയതെന്ന് ഭയപ്പാടോടെ വീണ പറയുന്നു. അടുത്ത് വരാൻ ഇവിടെ ഒരു 4-5 മണിക്കൂറുകളോളം ഉണ്ടായിരുന്നു ആന. ഞാൻ അതിലെ പട്ടി പറിക്കുന്ന അവരുടെ ലൈറ്റ് എടുത്ത് നോക്കുമ്പോൾ ആനയാണ് നിൽക്കുന്നത്. എനിക്കറിയത്തില്ല, എനിക്ക് പിന്നെ ഒന്നും പറ്റിയില്ലെന്നുള്ളതാണ്. കടബാധ്യതയോടും പ്രതികൂല കാലാവസ്ഥയോടും പോരാടി വിളവെടുത്തു തുടങ്ങിയ ഏലം ചെടികളാണ് കാട്ടാന ചവിട്ടി പതിച്ച് മറ്റുമായി നശിപ്പിച്ചത്. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. വീടുകൾക്ക് തൊട്ടടുത്ത് വരെ ആന എത്തിയതോടെ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ്. രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ വനം വകുപ്പ് സ്ഥാപിച്ച പ്രതിരോധ സംവിധാനങ്ങൾ പലതും കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം ഉയർന്നത്. ഇവിടെ വനമേഖലയും ജനവാസ മേഖലയുമായി തിരിച്ച് ഫെൻസിംഗും ട്രെഞ്ചും അടക്കമുണ്ടെങ്കിലും ഇതിനെയെല്ലാം മറികടന്നാണ് കാട്ടാന ജനവാസ മേഖലയിലേക്ക് കയറി വരുന്നതെന്ന് ഇവർ പറയുന്നു. മഴ പെയ്താൽ മതി, ആന കയറി വരുക. ഞാനൊരു വിധവയാണ്, ഞാനും കുഞ്ഞും അസുഖക്കാരിയുമാണ്, ക്യാൻസർ പേഷ്യന്റുമാണ്. ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളൂ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവിടെ. ഇനി ആന കയറി വന്ന് ഇന്നലത്തെ പോലെ ആന ചവിട്ടി കൊന്നു കഴിഞ്ഞ് ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കാനാണോ എന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഈ മന്ത്രിസഭയിൽ വിശ്വാസമുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇതിനൊരു പരിഹാരം എത്രയും പെട്ടെന്ന് കണ്ടെത്തി തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. പ്രദേശവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കുവാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയർന്നത്. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.